കിട്ടിയാ തീർക്കുനാലേ കൊന്നിട്ട് പോലെ കൊന്നിടും. എന്നിട്ട് പോകണ്ട. സാറിനെ പുറത്ത് കിട്ടിയാൽ തീർക്കും, ഞാൻ കൊന്നിടും. ആരാണ് ഈ പറയുന്നത്? ഒരു വിദ്യാർത്ഥിയാണ് ഈ പറയുന്നത്. സ്വന്തം അധ്യാപകൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ്, വിരൽ ചൂണ്ടിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. വളരെ വേദനാജനകമായൊരു രംഗമാണിത്. കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലും മീഡിയകളിലുമൊക്കെ ഈ ഒരു ക്ലിപ്പ് വലിയ നിലക്ക് പ്രചാരം നേടിയിട്ടുണ്ട്. ഇത് കാണുന്ന മനസ്സാക്ഷിയുള്ളവരുടെ ഒക്കെ മനസ്സ് വേദനിക്കുന്ന ഒരവസ്ഥയാണ്. നമ്മുടെ നാടിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്നതിൻ്റെ ഏറ്റവും വലിയൊരു സൂചന കൂടിയാണിത്. ഇനി നമ്മുടെ നാട് നേരിടാൻ പോകുന്ന, നാം അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നവും ഇതായിരിക്കും. എന്ത്? വിദ്യാർത്ഥികളിലെ ലഹരിയും അക്രമവും. ഒരു സംശയവും ആ വിഷയത്തിൽ വേണ്ട. ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കണക്കുകൾ, കൗമാരക്കാരിലും യുവാക്കളിലുമൊക്കെ കുറ്റകൃത്യങ്ങൾ കൂടുന്നു, കുറ്റകൃത്യങ്ങളുടെ അളവ് കുത്തനെ ഉയർന്നിരിക്കുന്നു എന്ന പഠനങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2 ദിവസം മുമ്പാണ് നമ്മുടെ മനസ്സാക്ഷി എന്നെടുക്കുന്ന വാർത്ത നമ്മൾ കേട്ടത്. സ്വന്തം മാതാവിൻ്റെ കഴുത്തറുത്തു കൊന്നു. എത്രമാത്രം വലിയൊരു ക്രൂരകൃത്യമായിരുന്നു അത്. ചെയ്തവന് ഒരു മനസ്താപമല്ലല്ലോ, കൂളായിട്ടാണല്ലോ അവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ. ഇതേപോലെ ഇതിപ്പോൾ നമ്മൾ ചിത്രീകരിച്ചത് കൊണ്ട് കണ്ടു, കാണാത്ത വിഷ്വൽ, നമുക്ക് ലഭിക്കുന്ന വിഷ്വൽസുകൾ മാത്രമാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മളിതൊക്കെ വിലയിരുത്തുന്നത്. നമ്മൾ കാണാത്ത, അറിയാത്ത എത്രയെത്ര സംഗതികൾ. മാതാപിതാക്കളെ അപമാനിക്കുന്ന, അവരെ ചീത്ത പറയുന്ന, ദ്രോഹിക്കുന്ന, അതേപോലെ തന്നെ ആക്രമിക്കുന്ന എത്രയെത്ര സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിനുള്ള കാരണം? ഏറ്റവും പ്രധാനമായ വില്ലൻ ലഹരിയും മദ്യവും തന്നെയാണ്. നമ്മുടെ നാട് നേരിട്ട് കൊണ്ടിരിക്കുന്ന, ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ മൂലകാരണം ലഹരിയും മദ്യമാണ്. മദ്യമൊക്കെ വിറ്റ് അതിൻ്റെ വരുമാനം കൊണ്ട് നാട് വികസിപ്പിച്ചു എന്നൊക്കെ പറയുന്ന, അതിൻ്റെ മേനി പറയുന്ന ആളുകൾ മദ്യമുണ്ടാക്കുന്ന, ലഹരി ഉണ്ടാക്കുന്ന നഷ്ടങ്ങളുടെ കണക്കുകൾ കൂടി അവർക്ക് എടുക്കാൻ കഴിയുമോ? സ്വന്തം മാതാവിൻ്റെ ജീവൻ്റെ വില എത്രയാണ്? ആ കണക്കൊന്ന് എടുത്താട്ടെ. മാതാപിതാക്കൾ ഉപദ്രവിക്കപ്പെടുമ്പോൾ അവരുടെ പ്രയാസങ്ങളുടെ, ആ നഷ്ടങ്ങളുടെ കണക്കെത്രയാണ്? കഷ്ടപ്പെടുന്ന ഭാര്യമാരുടെ, സ്ത്രീകളുടെ ബുദ്ധിമുട്ടിൻ്റെ കണക്കെത്രയാണ്? ഒരു അധ്യാപകൻ്റെ അഭിമാനം എന്ന് പറയുന്നത് എത്ര വലുതാണ്. അതിൻ്റെ നഷ്ടങ്ങളുടെ കണക്കെടുക്കാൻ കഴിയുമോ? എന്നാൽ അതിനൊരു കമ്മീഷനെ ഇവർ നിയമിക്കട്ടെ. ആലോചിച്ച് നോക്കൂ. അപ്പോൾ നമ്മൾ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭീകരാവസ്ഥ എത്രമാത്രം വലിയതാണെന്നാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അധ്യാപകൻ്റെ മുഖത്ത് നോക്കി സ്വബോധമുള്ള ഒരാൾക്ക് ഇത് പറയാൻ കഴിയുമോ? ഇവരൊക്കെ നിയന്ത്രിക്കുന്നത് ലഹരി, അതേപോലെ തന്നെ മയക്കുമരുന്ന് ഒക്കെയാണ് എന്നതിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ഏറ്റവും പ്രധാനമായ വില്ലൻ ലഹരി തന്നെയാണ്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ രക്ഷിതാക്കളും അധ്യാപകരും സമൂഹവും ഒക്കെ ഈ നിലക്കുള്ള കൗമാരക്കാരിൽ വളർന്നു വരുന്ന കുറ്റകൃത്യങ്ങളുടെ, ദുസ്വഭാവങ്ങളുടെ കാരണങ്ങൾ ശരിക്കും പഠിക്കേണ്ടതുണ്ട്. ആ കാരണങ്ങൾ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായ കാരണം ലഹരി തന്നെ ആയിരിക്കും. പിന്നെ തുടർന്ന് അതിനോടനുബന്ധമായ ചില കാര്യങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കണം. രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കൗമാരക്കാരിലുള്ള ദുസ്വഭാവവും അക്രമവും ഒക്കെ വളരാനും അതിനുള്ള കാരണങ്ങളിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കുടുംബമാണ്. ഇപ്പം ഈ കുടുംബ ബന്ധങ്ങൾ പലപ്പോഴും വിച്ഛേദിക്കപ്പെട്ട കുടുംബങ്ങളുണ്ടാവും. ഭാര്യയും ഭർത്താവും ഒക്കെ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടത്. അതല്ലെങ്കിൽ ആ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും വാപ്പയും ഉമ്മയും സ്വരചേർച്ചയില്ലായ്മ, അതല്ലെങ്കിൽ അവരുടെ ദുസ്വഭാവം, ഇതൊക്കെ ആ കുടുംബത്തിൽ വളർന്നു വരുന്ന കുട്ടികളുടെ സ്വഭാവത്തെ സാരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പഠനങ്ങൾ തെളിയിച്ച കാര്യമാണ്. ഒരു കുട്ടിയുടെ വ്യക്തിത്വ വികാസം അത് പ്രധാനമായും ആശ്രയിക്കുന്നത് മാതാപിതാക്കളുടെ സ്വഭാവത്തിലും പെരുമാറ്റ രീതിയിലുമൊക്കെയാണ്. കള്ളം പറയുന്ന മാതാപിതാക്കൾ, വഞ്ചന നടത്തുന്ന മാതാപിതാക്കൾ, മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ട മാതാപിതാക്കൾ, അതേപോലെ തന്നെ ദുസ്വഭാവങ്ങളുള്ള മാതാപിതാക്കൾ, അങ്ങനെയുള്ള കുടുംബങ്ങളിൽ നിന്ന് വളർന്നു വരുന്ന കുട്ടികൾ പലപ്പോഴും അവർ കുറ്റകൃത്യം ചെയ്യും. അതല്ലെങ്കിൽ അവർ ഈ നിലക്കുള്ള സ്വഭാവങ്ങൾ അത്തരക്കാരിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ ഞങ്ങളുടെ റോള് നിർവഹിച്ചിട്ടുണ്ടോ എന്നും ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ആലോചിക്കേണ്ടതുണ്ട്. പിന്നെ പ്രധാനമായും കുട്ടികളെ ഇത്തരം സ്വഭാവങ്ങൾ ഉണ്ടാകാൻ, അതല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾക്ക് കാരണമാകുന്നത് വീട് കഴിഞ്ഞ പിന്നെ വിദ്യാലയമാണ്. ഒരു കുട്ടിയുടെ വ്യക്തിത്വം വളർത്തുന്നതിൽ സ്കൂളിലെ ചുറ്റുപാടുകൾക്ക് വലിയ പങ്കുണ്ട്, കൂട്ടുകാർക്ക് വലിയ പങ്കുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് ഈ സന്ദർഭത്തിൽ ഓർമ്മ വരികയാണ്. അൽ മർഉ അലാ ദീനി ഖലീലിഹി എന്നാണ് പറഞ്ഞത്.
ഒരാൾ അയാളുടെ കൂട്ടുകാരൻ്റെ സ്വഭാവത്തിലായിരിക്കും. കൂട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും സംസ്കാരങ്ങളും ഒരു കുട്ടിയിൽ ഏറെ സ്വാധീനിക്കും. യാതൊരു സംശയമല്ല, ഒരു മനുഷ്യനിൽ അത് വലിയ സ്വാധീനമുണ്ടാക്കും. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെയുള്ള അക്രമവാസനകളുള്ള കുട്ടികളെ, അതല്ലെങ്കിൽ ഈ നിലക്ക് അക്രമം ചെയ്യുന്ന കുട്ടികളെടുത്ത് പരിശോധിച്ചാൽ അവരൊരു പ്രത്യേക ഗ്യാങ് ആയിരിക്കും, ഒരു പ്രത്യേക കൂട്ടുകെട്ടായിരിക്കും. അത് ഇതിന് വലിയ ഒരു സ്വാധീനമുണ്ടാക്കുന്നു എന്നതാണ്. പിന്നെ ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന മറ്റൊരു പ്രധാനമായ കാരണം എന്ന് പറയുന്നത് സിനിമകളാണ്. അതേപോലെ അക്രമവാസന വളർത്തുന്ന ഗെയിമുകൾ. ഇതൊക്കെ പറഞ്ഞാൽ തന്നെ നമ്മുടെ സമൂഹം ഉൾക്കൊള്ളൂല. സിനിമകൾക്കെതിരിൽ അതേപോലെ ഗെയിമിനെതിരെയൊക്കെ സംസാരിച്ചാൽ നീയൊക്കെ ഈ കാലഘട്ടത്തിൽ ജീവിക്കേണ്ട ആളാണോ എന്നാണ് ചോദിക്കുക. ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പക്ഷെ ഓരോരുത്തരും അനുഭവിക്കുമ്പോഴാണ് ഇതൊക്കെ മനസ്സിലാക്കുക. സ്വന്തം മക്കൾ സ്വന്തം വാപ്പാക്കും ഉമ്മാക്കൊക്കെ എതിരെ കത്തിയോങ്ങുമ്പോഴും കഴുത്തറുക്കുമ്പോഴാണ് ഓരോരുത്തർ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുള്ളൂ. ഇപ്പം സിനിമകൾ ഈ രൂപത്തിലുള്ള അക്രമവാസനകൾ വളർത്താൻ ഏറെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പം പ്രേമരംഗങ്ങൾ, സാഹസികമായ രംഗങ്ങളൊക്കെ ചിത്രീകരിക്കുമ്പോൾ കുറ്റകൃത്യങ്ങളുടെയും അതേപോലെ തന്നെ അക്രമങ്ങളുടെയും ഒക്കെ പുതിയ ദൃശ്യങ്ങൾ, പുതിയ രൂപങ്ങൾ ആവിഷ്കരിക്കാറുണ്ട്. കുട്ടികൾ അതിനങ്ങോട്ട് അതേപോലെ തന്നെ അനുകരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കൗമാരക്കാരിലൊക്കെ അനുകരണ സ്വഭാവം വളരെ കൂടുതലാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണത്. അതേപോലെ വേറെയും പല കാരണങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ വളർന്നു വരുന്ന സാഹചര്യം, പലപ്പോഴും സ്നേഹത്തിൻ്റെ അഭാവം, അതേപോലെ തന്നെ അപകർഷതാബോധം, അവഗണന, ഒറ്റപ്പെടൽ, കുട്ടികൾക്ക് വേണ്ട രൂപത്തിലുള്ള പരിചരണം ലഭിക്കാതിരിക്കുക, സ്നേഹത്തിൻ്റെ വേണ്ട രൂപത്തിൽ സ്നേഹം ലഭിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചുറ്റുപാടിൽ നിന്ന് വരുന്ന കുട്ടികൾ അക്രമവാസന അത്തരം കുട്ടികളിൽ ഏറ്റവും കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ ഗൾഫിലൊക്കെ രക്ഷിതാക്കളുള്ള കുട്ടികളാണെങ്കിൽ ഇഷ്ടംപോലെ ക്യാഷ് കൈകാര്യം ചെയ്യാനുള്ള സൗകര്യം കിട്ടുക, അതേപോലെ മൊബൈലുകൾ ഉപയോഗിക്കുക, അത് കിട്ടാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാവുക. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കാരണം മൊബൈലൊക്കെ കിട്ടിയില്ലെങ്കിൽ ഇതേപോലെ അക്രമവാസനയിലേക്ക്, മുമ്പിലിരിക്കുന്ന ആൾ ആരാന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാതെ ആ നിലക്കുള്ളൊരവസ്ഥയിലേക്ക് കുട്ടികളെ നയിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിലിപ്പോൾ ആരെങ്കിലും കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല. ഇതിലെല്ലാവർക്കും വലിയ റോളുണ്ട്. രക്ഷിതാക്കൾക്ക് വലിയ റോളുണ്ട്. അതേപോലെ തന്നെ വിദ്യാലയങ്ങളിലെ അധ്യാപകന്മാർക്ക് ഇതിൽ പങ്കുണ്ട്. മാത്രമല്ല നമ്മുടെ സമൂഹത്തിന് ഇതിൽ ബാധ്യതയുണ്ട്. നമ്മുടെ ഭരണാധികാരികൾക്ക് ഇതിൽ ബാധ്യതയുണ്ട്. എല്ലാവരും ഒത്തുപിടിച്ചെങ്കിലേ ഈ നാശത്തിൻ്റെ പടുഗർത്തത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൗമാരക്കാരെയും യുവാക്കളെയും രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ ഇതേപോലെയുള്ള വേദനാജനകമായ വാർത്തകൾ ദിവസവും നമ്മൾ കാണേണ്ടി വരും, കേൾക്കേണ്ടി വരും. ഒരു വാർത്ത കേട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് മായുമ്പോഴേക്ക് അടുത്ത വാർത്ത വരികയാണ്. വേദനാജനകമാണ്. അതുകൊണ്ട് വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. രക്ഷിതാക്കൾ ഉണർന്ന് ചിന്തിക്കണം. അവരുടെ ഉത്തരവാദിത്വം വളരെ വലുതാണെന്ന് ഓർക്കണം. ഈ രൂപത്തിൽ ഇത്തരം വിഷയങ്ങളെ വിലയിരുത്താൻ നമുക്ക് സാധിക്കണം. ഏതാണെങ്കിലും ഇത്തരം ദുരന്തത്തിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.